തിരസ്കരിച്ചവർ, അവഗണിച്ചവർ, ഒറ്റപ്പെടുത്തിയവർ, ആമേൻ, പരിഹസിച്ചവർ നിന്നെ തേടി വരും. തേടി വരാതെ എവിടെ പോകാനാ? ദൈവത്തിൻ്റെ നീതി ദൈവത്തിന് നിവർത്തിച്ചെല്ലാൻ പറ്റുമോ? മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. നല്ല പ്രഭാതത്തിൽ ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ നാമം അതിലൂടെ മഹത്വപ്പെടാനിടയാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 45 അധ്യായം 5 വാക്യം, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. ഇതാരുടെ വാക്കാ? യോസഫിൻ്റെ വാക്കാ. യോസഫ് ഇപ്പോൾ ആരായി? രാജ്യത്തെ ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിത്വമായി മാറി. ഈ സഹോദരന്മാരാരായിരുന്നു? രക്തബന്ധങ്ങളായിരുന്നു അല്ലേ? അപ്പനൊരു അങ്കി ഉണ്ടാക്കി കൊടുത്തപ്പോൾ തുടങ്ങിയ അസൂയ, അത് പിന്നത്തേത് പകയായിട്ട് മാറി. ആ പക അവനോട് ദേഷ്യമായിട്ട് മാറി. അവസാനം അവനെ കൊന്നുകളയുന്ന സ്റ്റേജ് വരെ എത്തി. കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ അവനൊരു സ്വപ്നവും കൂടെ കണ്ടു. അതോടെ ഈ സഹോദരന്മാരോട് പറഞ്ഞു. അടുത്ത നിമിഷം കൂടുതൽ പകയ്ക്കാൻ കാരണമായിട്ട് മാറി. പക്ഷേ അവിടെയൊക്കെ യോസഫ് അവൻ ദൈവത്താൽ മാനിക്കപ്പെട്ട അവസ്ഥയിലേക്ക് എത്താനിടയായി തീരുന്നതിൻ്റെ കാരണം ഒരു മാനുഷിക കരത്തിൻ്റെ മഹത്വവുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ നീതിയുടെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ നീതിയുണ്ട് കേട്ടോ. അത് അനീതിയുള്ള ഇടങ്ങളിലെല്ലാം അത് ചലിക്കും, നീതിക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടി. ഇവിടെ നോക്കിയേ, ഹല്ലേലൂയ. പാനപാത്രവാഹകൻ ഉൾപ്പെടെ അവനെ തിരസ്കരിച്ചു. സഹോദരന്മാർ ഇസ്മായിലിയ കച്ചവടക്കാർക്ക് അവനെ വിറ്റ് കഴിഞ്ഞിട്ട് അവൻ്റെ ലൈഫ് ക്ലോസ് ചെയ്തു. ഇനിയില്ല യോസഫ് എന്ന് പറയുന്ന ഒരാളുടെ അധ്യായം ക്ലോസ്. പക്ഷെ ദൈവം അവിടെ ചിലത് ഓപ്പൺ ആക്കുക. മനുഷ്യർ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിലതിനകത്ത് ഷട്ടറിട്ട് പൂട്ടി അവസാനിപ്പിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചിലത് ആരംഭിക്കുകയാണ്. വിശ്വസിക്കണം ഇത് കേട്ടോ. വളരെ ശാന്തമായിട്ട് ഹൃദയത്തെ സ്പർശിക്കുന്ന സന്ദേശമായിട്ട് കർത്താവ് നമ്മളോട് പറയുമ്പോൾ ആത്മാവിലേറ്റെടുക്കണം. 2 കാര്യം നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരനുഭവം. 2, ദൈവം പറയുന്നത് അനുസരിക്കുന്നൊരനുഭവം. ഇത് രണ്ടും നമ്മളിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞാൽ ഏത് പ്രതികൂല സാഹചര്യത്തിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ഏത് പ്രതിസന്ധികളുടെ നടുവിലും നമുക്ക് ജയിച്ചു കയറാൻ കഴിയും. യോസഫിന് അതിന് കഴിഞ്ഞു. അതുകൊണ്ടല്ലേ സഹോദരന്മാർ വന്ന് അവൻ്റെ മുമ്പിൽ വണങ്ങുമ്പോഴും അവൻ പറയുന്നത്, നിങ്ങൾ വിഷാദിക്കൊന്നും വേണ്ടാന്നേ. നമ്മളാണെ കുറച്ച് ദിവസം കൂടെയൊക്കെ അവരെ തടവിലിട്ടിട്ട് പിന്നെ പറയത്തുള്ളായിരുന്നു. പക്ഷേ യോസഫ് അങ്ങനൊന്നും ആയില്ല. എന്താ കാരണമെന്നറിയാമോ? ദൈവത്തോട് കൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമ്മൾ ദേഷ്യപ്പെടുന്ന ഒരാളുടെ കൂടെ നടന്നു നോക്കിയേ, അറിയാതെ ദേഷ്യപ്പെടും. ഓട്ടോമാറ്റിക്കായിട്ട് ആ ദേഷ്യ സ്വഭാവം നമ്മളിലേക്ക് വരും. ഇമ്പാർട്ടേഷൻ എന്ന് ഞാൻ പറയും. ഹോളി സ്പിരിറ്റിൻ്റെ കൂടെ നിങ്ങൾ നടന്നു നോക്കിയേ, പരിശുദ്ധാത്മാവിൽ എന്തൊക്കെ ഗുണഗണങ്ങളുണ്ടോ അതെല്ലാം നമ്മളിലേക്ക് വരും. ഞാൻ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം പറയുമ്പോൾ ഇത് കേൾക്കുന്ന പലരുടെയും ചില മാറ്റാൻ കഴിയാത്ത ചില ക്യാരക്ടറുകൾ ദൈവം മാറ്റാൻ പോവുകയാണ്. പത്രോസ് അപ്പോസ്തലൻ പറയുന്നൊരു പദമുണ്ട്, ദിവ്യശക്തി ജീവന് ഭക്തിക്കും വേണ്ടൊക്കെ ദാനം ചെയ്തിരിക്കുന്നു, ദിവ്യ സ്വഭാവത്തിന് ഞങ്ങൾ കൂട്ടാളികളാകുന്നു. മനസ്സിലായോ? ദൈവത്തിന് ശക്തിയാൽ അനേകരിന്ന് ഓടുന്നുണ്ട്, പലതും കിട്ടുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവം പുറത്തു വരുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും ദൈവനാമം ദുഷിക്കപ്പെടുന്നതിന് കാരണമായി മാറും. പ്രിയ ദൈവമക്കളെ, ദിവ്യശക്തി മുകളിൽ നിന്ന് വരുന്നതാണെങ്കിൽ ദിവ്യ സ്വഭാവം നമ്മളിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരേണ്ടതാണ്. യോസഫിന് അതിന് കഴിഞ്ഞു. അതുകൊണ്ടല്ലേ സഹോദരന്മാർ വന്നപ്പോൾ ഹൃദയത്തിനകത്തൊരല്പം പോലും കയ്പില്ലാതെ അവരെ പരിചരിക്കുവാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത് ഒന്നുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകുന്നു. അങ്ങനൊന്ന് കാണാൻ
എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളുടെ നടുവിലും നമുക്ക് കർത്താവിൽ ആനന്ദം കണ്ടെത്താൻ കഴിയും. അല്ലെങ്കിൽ പരാതിയും പറഞ്ഞ് അവരോടും അവരുടെ നിമിത്തം ഇങ്ങനെ വന്നത്, ഇവരുടെ നിമിത്തം ഇങ്ങനെ വന്നതെന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധി പോയിരുന്ന് കരയാനേ നമുക്ക് നേരമുള്ളൂ. ജീസസ് യോസഫ് ഫറവോൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പല ഘട്ടങ്ങളിലൂടെ അവൻ കടന്നു പോയത് അവൻ്റെ ഉടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പൻ സ്നേഹിച്ചു കൊടുത്ത അങ്കി സഹോദരന്മാർ ഊരി എടുത്തു, കീറി ആടിൻ്റെ ചോരയിൽ മുക്കി അപ്പൻ്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അടിമയുടെ അങ്കി പൊത്തിപ്പേറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ പൊത്തിപ്പേറിൻ്റെ ഭാര്യ അതെന്ത് ചെയ്തു? പിടിച്ചു പറിക്കാനിടയായിത്തീർന്നു. കാരാഗ്രഹത്തിനകത്ത് കുറ്റവാളിയുടെ അങ്കിയുമായിട്ട് നിൽക്കുന്ന സമയത്താണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ പൂർത്തീകരണം അവന് നിറവേറുകയും ആദ്യം അവിടെ ചെയ്ത വായിക്കുന്നുണ്ട്, അവൻ്റെ വസ്ത്രം അവർ ഊരി വേറെ വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ടാണ് ഫറവോൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയത്. ആ ദൈവിക പ്രവൃത്തിയുടെ ആ വ്യാഖ്യാനം കഴിയുമ്പോൾ ഫറവോൻ പറയുന്നൊരു പദമുണ്ട്, ദൈവാത്മാവുള്ള ഇവനെപ്പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ? കണ്ട ജീസസ്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ രാജാവ് തൻ്റെ മുദ്രമോതിര ഊരി യോസഫിനെ അണിയിക്കുകയാണ്. എന്ന് വെച്ചാൽ പേരുകൊണ്ട് ഞാൻ രാജാവായിരിക്കും, നീയാണ് ഇവിടെ ഭരിക്കാൻ പോകുന്നത്. ആ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടപ്പോൾ യോസഫിൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന സകല തിക്താനുഭവങ്ങളും മറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. തിക്താനുഭവങ്ങൾ മാറും കേട്ടോ, ഒരിക്കലും മാറത്തില്ല, ഒരിക്കലും. ആമേൻ. ഈ വേദന മാറത്തില്ലെന്ന് ഭാരപ്പെട്ട് നിൽക്കുന്നവരല്ലേ നിങ്ങൾ? പരിശുദ്ധാത്മ നിങ്ങളോട് പറയുന്നു, ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, അത് മറക്കുന്നേ. മറക്കാതെ എവിടെ പോകാനാ പ്രിയപ്പെട്ടവരെ? മറക്കാതെ എവിടെ പോകാനാ? മറക്കും. മറക്കണമെങ്കിൽ ആ സ്ഥാനത്ത് സന്തോഷിക്കുന്ന അനുഭവം ദൈവം തരണം. അത് തരാൻ പോവാം. അത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരാൻ പോകുകയാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് എത്ര ക്ലിയറായിട്ടാണ് ഞങ്ങളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ സംസാരിച്ച്. ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ ശിരസാ വഹിക്കുന്നു, ഏറ്റെടുക്കുന്നു. എന്നോടൊപ്പം പല സ്ഥലങ്ങളിൽ പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ലൈഫിനെ തൊട്ടുണർത്തുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ദൈവമേ അവിടെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ, ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ശബ്ദത്തിലൂടെ ദൈവിക സാന്നിധ്യം അവരനുഭവിക്കട്ടെ, ദൈവിക കൃപ അവരനുഭവിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠമേറിയ മഹാത്മ്യം അവരനുഭവിക്കട്ടെ. മഹത്വം അവിടുന്ന് എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മേ ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.